ഗുരുവായൂർ അമ്പലം ഞാൻ കാത്തിരുന്നാണ് പലപ്പോഴും ഗുരുവായൂർ പോകുന്നത്. അപ്പോൾ ഗുരുവായൂർ ചെല്ലുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ തുടങ്ങുമ്പോൾ എനിക്കിങ്ങനെ പറയുമ്പോൾ പോലും ഗൂസ് ബംസ് വരും എനിക്ക്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ പലപ്പോഴും നടയിലേക്ക് കയറുമ്പോൾ എൻ്റെ കണ്ണ് അറിയാതെ നിറയാറുണ്ട്. അത് ഞാൻ പലപ്പോഴും സംസാരിക്കുമ്പോൾ പലരും പറയാറുണ്ട്, പലർക്കും അങ്ങനെ തന്നെയാണ്. കണ്ണനെ കാണാൻ കഴിയുന്നതിൻ്റെ ഒരു സന്തോഷമാണത്. അപ്പോൾ അങ്ങനെയുള്ള അമ്പലം, അങ്ങനെയാണ് പലരും ഗുരുവായൂരിലേക്ക് എത്തുന്നത്. അത്രയും ഒരു സന്തോഷവും നമ്മൾ പറയുന്ന പോലെ ഒരു ആത്മനിർവൃതി എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഗുരുവായൂരിലേക്ക്. പക്ഷെ അവിടെ പലരും ഇപ്പോൾ റീൽസ് ചിത്രീകരിക്കുക, ഭഗവാനെ വിറ്റ് കാശാക്കാൻ പറഞ്ഞാൽ പോരെ, കൂടുതലൊക്കെ പറയണം. സത്യം അത് തന്നെയാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ അമ്പലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള റീൽസ് ചിത്രീകരണം മാത്രമേ ഇവർക്ക് പറ്റുള്ളൂ? അവരുടെ ഒന്നും മതസ്ഥാപനങ്ങൾ കയറാൻ പറ്റില്ല മോളെ. ഈ പറയുന്നത് ആരാണെന്ന് എനിക്ക് മനസ്സിലായി. അത് നിങ്ങളുടെ വായിൽ തന്നെ കേൾക്കാം. അവർക്കൊന്നും അവരുടേതായ മതസ്ഥാപനങ്ങളിൽ അവർക്ക് വെറുതെ പോലും കയറാൻ പറ്റില്ല. റീൽസ് എടുക്കുന്ന കാര്യം പോട്ടെ, ചുമ്മാ ഒന്ന് തൊഴുകാൻ പോലും, പ്രാർത്ഥിക്കാൻ പോലും കയറാൻ പറ്റില്ല. ഒരു കാര്യം ചോദിക്കട്ടെ, പഴയ ഇടതുപക്ഷ അനുഭാവിയായിരുന്നു SFIക്കാരെയൊക്കെ ആയിരുന്നില്ലേ? ഇപ്പൊ എന്ത് പറ്റി? ഭഗവാനെ കാണുമ്പോൾ SFIക്കാരെയാണെങ്കിലും ഭഗവാനെ പറയാൻ പാടില്ല, കൃഷ്ണനെ പറയാൻ പാടില്ല, നിരീശ്വരവാദിയായിരിക്കണം. ഇപ്പൊ ഭഗവാനെ കാണാൻ പോകുമ്പോ കണ്ണീന്ന് വെള്ളം വരുന്നു, ഗൂസ് ബംസ് ഉണ്ടാവണം എന്നൊക്കെ പറയുമ്പോ എനിക്ക് അത് ആക്ച്വലി മാറിയോ എന്ന് ചോദിച്ചാൽ മാറ്റം ഇവർ വരുത്തുന്നതാണ്. ആര് തെളിച്ച് പറയൂ? ഇടതുപക്ഷം മാറ്റിയതാണ്. എനിക്കിപ്പോൾ അത് തുറന്നു പറയുന്നതിൽ പ്രശ്നമൊന്നുമില്ല. ഇടതുപക്ഷം മാറ്റിയതാണ് എന്ന് തന്നെ പറയാം. നമ്മുടെ വിശ്വാസത്തെ ബുദ്ധി കൊണ്ട് അളക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. വിശ്വാസം നമ്മളിൽ തലമുറകളായിട്ട് കിട്ടുന്നത്, നമ്മൾ അറിഞ്ഞ് അതിലേക്ക് വരുന്നതും ഒക്കെയാണല്ലോ. അപ്പോൾ ഒരു വിശ്വാസത്തിൻ്റെ നേരെ മാത്രം കുതിര കയറുകയും മറ്റുള്ളവയെ തൊടാതിരിക്കുകയും ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഞാൻ പണ്ടേ വിശ്വാസിയാണ്. ഞാൻ ഈ പഠിച്ചതൊക്കെ ഇവിടെ പയസ് ഗേൾസ് ഹൈസ്കൂളൊക്കെ. അപ്പോൾ അതിൻ്റെ LKG മുതൽ ഞാൻ ആ പള്ളി മുറ്റത്താണ് ഞാൻ ഇതാകുന്നത്. അപ്പോൾ എൻ്റെ അച്ഛൻ ഒരിക്കലും എന്നോട് പറയുന്നില്ല നീ പള്ളിയിൽ പോകണ്ട എന്ന് പറഞ്ഞിട്ടില്ല, അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ ഇത് രണ്ടും പോയിട്ടുണ്ട്. എൻ്റെ വിശ്വാസത്തിലേക്ക് ഞാൻ വന്നതല്ലേ. പള്ളിയുടെ കാര്യം അമ്പലത്തിന്റെ കാര്യം പറഞ്ഞു, വേറൊരു മതവിശ്വാസികളുടെ കാര്യം അങ്ങോട്ടേക്ക് കേട്ടില്ലല്ലോ. അത് തന്നെയാണ്. ആ മതവിശ്വാസികളായ സ്ത്രീകളാണ് നമ്മളുടെ അമ്പലങ്ങളിലെല്ലാം വരികയും ആ പേരുധാരികൾ ഹിന്ദുക്കളാണെന്ന് തോന്നാൻ വേണ്ടി പേര് മാറ്റി നമ്പ്യാർ എന്നുള്ള പേര്, ആർക്ക് വേണമെങ്കിലും ഒരു അഫിഡവിറ്റ് കൊടുത്ത് സത്യവാങ്മൂലം കൊടുത്ത് പേര് മാറ്റാമല്ലോ. അപ്പൊ അങ്ങനെ പേര് മാറ്റി നമ്പ്യാർ എന്നുള്ള പേര് വെച്ച് ഹിന്ദു സ്ത്രീയാണെന്നുള്ള ഒരു ഭാവേന നടക്കുകയും ഏറ്റവും മോശമായ രീതിയിൽ എഴുതുകയും അവരുടെ യൂട്യൂബിലാവട്ടെ ഫേസ്ബുക്കിലാവട്ടെ എഴുതുകയും ചെയ്യുകയും അവരെ എന്നിട്ട് ഹിന്ദുമത വിശ്വാസിയാണ്, ഹിന്ദുമതത്തിനെതിരെ പറയുന്നു എന്ന് പറഞ്ഞ് ഇനോഗ്രേഷനൊക്കെ വിളിക്കുകയും ചെയ്യുന്നു. അതൊക്കെ ചെയ്യും. ഇപ്പൊ പുരോഗമനമാണ് താങ്കൾ പറഞ്ഞ പുരോഗമനം ഹിന്ദു സ്ത്രീകൾക്ക് മാത്രമല്ലേ പാടില്ല, ബാക്കി ആർക്കും പാടില്ല. അവർക്ക് പുരോഗമനം വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഹിന്ദു നാമധേയം അവരുണ്ടാക്കണം. ഓർക്കുന്നുണ്ടാവില്ലേ ഈ തട്ടം ഹിജാബിന്റെ ഒരു വിഷയം വന്നപ്പോൾ ആ വിഭാഗത്തിന്റെ ഏറ്റവും യൂത്ത് ഫ്രണ്ട്ലി ആയിട്ടുള്ള സംഘടനയിൽ പ്രവർത്തിക്കുന്നവർ വരെ വന്നിട്ട് വളരെ ശക്തിയുക്തമാണ് വാദിച്ചത്. അത് പറയാൻ നിങ്ങൾ ആരാണ് എന്നുള്ള ചോദ്യമാണ് സമൂഹത്തിൽ ഉയർത്തിവിട്ടത്. അതുപോലെയല്ലേ അപ്പോൾ മറ്റ് മതസ്ഥർക്ക്, മറ്റ് മതം എന്ന് ഞാൻ പറയുന്നില്ല, ഹിന്ദു മതവിശ്വാസവും ഇത്തരത്തിൽ തന്നെയല്ലേ. ഇപ്പൊ ഈ പറയുന്ന ജാസ്മിൻ ജാഫർ, അതുപോലെ തന്നെ ഇതിനു മുമ്പ് മാഡത്തിന് ഓർമ്മ കാണും ജസ്ന സലീം, കൃഷ്ണന്റെ ചിത്രം അല്ലാണ്ട് വരക്കില്ല, പക്ഷെ എല്ലാം അച്ചിലിട്ട പോലെ കേക്ക് മുറിച്ചത്, കേക്കിൻ്റെ ഉള്ളിൽ ഇതുണ്ട്, മറ്റേ എന്താ പറയുന്ന മുട്ട കാര്യങ്ങൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു വിശ്വാസപ്രകാരം അനുസരിച്ച് അമ്പലത്തിൽ പോകുന്ന അന്ന് പോലും ഞാനൊക്കെ ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർ നോൺ വെജ് കഴിച്ചിട്ട് പോവില്ല, തലേ ദിവസം കഴിക്കും, അത് കഴിഞ്ഞിട്ടും കഴിക്കും. അമ്പലത്തിലേക്ക് പോകുമ്പോൾ നമ്മളൊരു ശുദ്ധിയുടെ ഭാഗമായിട്ട് അപ്പോൾ അവിടെ പോയിട്ട് കേക്ക് മുറിക്കുക, റീലാണ് ഇപ്പോഴത്തെ എല്ലാം. അത് ഭഗവാന്റെയും കൂടി ഉണ്ടെങ്കിൽ ഇപ്പോൾ നവ്യ നായർ സിനിമയിൽ പറയുന്നുണ്ടല്ലോ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ വേറെ ആരും കണ്ടില്ല എന്ന് പറയുന്നത് പോലെ ഈ റീലിപ്പോൾ ആ കുട്ടി മാത്രമേ കണ്ടുള്ളൂ, വേറെ ആർക്കും കാണാൻ പറ്റില്ല. പക്ഷെ അങ്ങനെയും ഫേമസ് ആയി. അവരെ വേണ്ട, അവരെ ചെയ്യണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് അതും ഒരു നെഗറ്റീവ് ഇതിൽ അവർ ഫേമസ് ആയി. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഭഗവാന്റെ തിരുക്കുളത്തിൽ നമ്മളവിടെ അതാണ് പറയുന്നത് അല്ലേ. അപ്പോൾ അവിടെ പോയി കാലിട്ടിങ്ങനെ അരിച്ചു നല്ല കസവ് സാരി കൊടുത്തിട്ടുണ്ട്. ഞാൻ കണ്ട വിഷ്വലാണ് പറയുന്നത്. കണ്ട ഒരു മയിൽപ്പീലി
മയിൽപ്പീലി എന്ന് പറഞ്ഞാൽ ഭഗവാൻ തലയിൽ ചൂടുന്ന മയിൽപ്പീലിയാണ്, അതിന് അതിൻ്റെതായൊരു ദിവ്യത്വമുണ്ട്. അത് കാലിൽ ഇട്ടിങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുകയാണ്, മയിൽപ്പീലി കയ്യിലുണ്ട്. അങ്ങനെയൊക്കെ ഇരുന്ന് റീലെടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആരെ കാണിക്കുവാൻ വേണ്ടിയിട്ടാണ്? ധൈര്യമുണ്ടെങ്കിൽ തട്ടമിട്ട് വന്നിരിക്കൂ. തട്ടമിട്ട് വന്നേ ഇരുന്ന് നിങ്ങളുടെ പള്ളിയിലും മറ്റ് മതസ്ഥാപനങ്ങളിലും കയറി ഇങ്ങനെയുള്ള റീലുകൾ എടുക്കാൻ എന്തുകൊണ്ട് ഇവർക്ക് ധൈര്യമില്ല? അതിന് ചോദ്യം ചെയ്യപ്പെടും, ശക്തമായി ചോദ്യം ചെയ്യപ്പെടും. നമ്മളൊരു എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നു, നമ്മൾക്ക് യാതൊരു വിധത്തിലുള്ള വ്യത്യാസങ്ങളുമില്ല, എല്ലാ മതങ്ങളും നന്മ മാത്രം നമ്മൾ ഉൾക്കൊള്ളുന്നു. എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന, എന്ത് നല്ല സാഹോദര്യത്തോടു കൂടിയാണ് ഞങ്ങളാക്കുന്നത്. എന്ത് ചെയ്യുകയാണെങ്കിലും അവരുടെ ഫംഗ്ഷനുകൾക്ക് നമ്മളെ വിളിക്കും, നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുകൊടും. അങ്ങനെ നമ്മൾ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തിന് നമ്മളുടെ മതത്തിലൊന്നും പറയില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം ഇവരിത് മാതിരി ധൈര്യത്തോടു കൂടി ശ്രീ ഭഗവാന്റെ നമ്മളെല്ലാവരും താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു അനുഭൂതി പോകാൻ കിട്ടുന്നൊരു ഭാഗ്യമാണ്, അദ്ദേഹത്തിനെ കണ്ണ് നിറയെ തൊഴുകാൻ പറ്റുന്നൊരു ഭാഗ്യമാണെന്ന് വിചാരിക്കുന്ന ഒരു സ്ഥലത്ത് ചെന്ന് ഇതുപോലെയുള്ള റീലുകൾ എടുക്കാനായിട്ട് ശ്രമിക്കണം. അതേ തുടർന്ന് നമ്മളുടെ ആചാരപ്രകാരം നടത്തിയ ചില കർമ്മങ്ങൾ കാരണം വന്ന ഭക്തജനങ്ങൾക്ക് എന്തുമാത്രം അസൗകര്യം ഉണ്ടായത്. നട അടച്ചിട്ടുള്ള ശുദ്ധികർമ്മം ചെയ്യുന്നതിനെ കുറിച്ച് വലിയ രീതിയിൽ ചർച്ച ചെയ്തു. ഒരു റീൽസ് ചിത്രീകരിച്ച ഒരു യുവതി അവിടെ വന്നത് എന്താണെന്നൊക്കെ പറഞ്ഞു വലിയ രീതിയിൽ ചർച്ച. അല്ലെങ്കിൽ റീല് ചിത്രീകരിക്കാൻ വേറെ സ്ഥലങ്ങളൊന്നും ഇല്ലേ? ആ അമ്പലക്കുളം മാത്രമേ ഉള്ളൂ. എത്രയോ കുളങ്ങൾ ഇരിക്കുന്നു. അവർക്ക് കാലിട്ടൊന്ന് ആട്ടണം, മയിൽപ്പീലി കാലിട്ട് തട്ടണമെങ്കിൽ എത്രയോ കുളങ്ങൾ ഇരിക്കുന്നു. എന്തിന് ഭഗവാന്റെ അവിടെ പോയി ഭഗവാൻ തലയിൽ ചൂടുന്ന ആ മയിൽപ്പീലി എടുത്തു വെച്ച് കാലിലിട്ടടിച്ച് ചെയ്യണം? അത് മാത്രമേ എനിക്ക് ചോദ്യമുള്ളൂ. ഓരോരുത്തർക്കും ഓരോ വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിൻ്റെ മുകളിൽ കയറി വന്ന് നമ്മളൊന്നും പറയുകയില്ല എന്ന് പറഞ്ഞ് ചെയ്യുന്നത് ശരിയല്ല. നമ്മൾ ഉണർന്നു തുടങ്ങി, നമ്മൾക്കും നമ്മളുടെ ഭഗവാന്റെ സാമീപ്യം ആഗ്രഹിക്കുന്നു, ആ ഭഗവാനിൽ വിശ്വസിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് 2 ഇരട്ടക്കുട്ടികളുണ്ടായിരുന്നു. 2 പേരും വെന്റിലേറ്ററിൽ കിടക്കുകയാണ്, അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ള ഇതിൽ. അപ്പോൾ ഒരു മാന്യദേഹം പറഞ്ഞു, ഒന്ന് ഗുരുവായൂർ അമ്പലത്തിൽ പോയി പ്രസാദം കൊണ്ടുവന്നിട്ട് കുട്ടികളെ തൊടിയിപ്പിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ രാധിക തിലക് മരിച്ചുപോയി, എൻ്റെ കസിനാണ്, ആ കുട്ടിയുടെ അച്ഛനാണ് പോയിട്ട് മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അവരുടെ അടുത്തേക്കൊന്നും പോകാൻ പറ്റില്ല, തൊടാനൊന്നും പറ്റില്ല. എൻ്റെ അമ്മ ഗൈനക്കോളജിസ്റ്റാണ്. അവരുടെ വെന്റിലേറ്ററിൻ്റെ താഴെ അത് വച്ചു, ആ പ്രസാദം വച്ചു. അവർ തൊടിയിപ്പിക്കാനൊന്നും പറ്റില്ല. പിറ്റേ ദിവസം 3 മണിക്ക് മോള് മരിച്ചു, തീരുമാനമായി. 4 മണിക്ക് മോനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി. ഇതൊക്കെ പറയുമ്പോൾ 26 വയസ്സായ മകന് നിങ്ങൾ പറയും അത് ഇതെന്നൊക്കെ. ഭഗവാനെ തൊട്ടറിയുന്ന നിമിഷം. അത് കഴിഞ്ഞ് കുഞ്ഞിൻ്റെ 28 ഞങ്ങൾ അവിടെ പോകാമെന്ന് വിചാരിച്ചു. അവിടെ ചെന്ന് കുഞ്ഞിനെയും കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രായമായ മനുഷ്യൻ, 28 വന്ന വാവയല്ലേ, ഇത് ഭഗവാനെ ചാർത്തിയ കോണമാണ്, 28 ചോറൂണിന് വന്ന വാവയാണല്ലേ, ഭഗവാനെ ചാർത്തിയ കോണാണ് കേട്ടോ, പട്ടുകോണാണ് കേട്ടോ, ഇത് കെട്ടിച്ചോളൂന്ന് ഭഗവാനേന്ന് വിളിച്ച് ഞങ്ങൾ അവിടെ നിന്നിട്ട് തൊട്ടറിയുന്ന നിമിഷങ്ങൾ. ഇതൊക്കെ നമ്മളുടെ ഒരു സങ്കല്പമാണ്. കണ്ണു നിറഞ്ഞു സങ്കല്പമാണ്, അതൊന്നുമില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇങ്ങനെയുമുണ്ട് ഭഗവാനെ തൊട്ടറിയുന്ന നിമിഷങ്ങൾ. ഇതൊന്നും ഇല്ലാണ്ട് വേറൊരു കാര്യം പറയാം. എൻ്റെ കൂടെ നിന്നിരുന്നൊരു പയ്യൻ്റെ കല്യാണം. അപ്പം ഞാനും ചേച്ചിയും കൂടെ ഷോപ്പിംഗ് ചെയ്യും. ഏതെങ്കിലും ഒരു വർക്കിൻ്റെ ഓർഡർ ആയിരുന്നെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അവൻ്റെ കുടുംബത്തിന് മുഴുവനുള്ളത് മേടിച്ച് കൊടുക്കായിരുന്നു. അപ്പോൾ ഒരാൾ വിളിച്ചു പറയാം, ഒരിക്കലും ചെക്കരാത്ത, നിങ്ങളുടെ ചെക്ക് റെഡിയായിട്ട് എത്ര ദിവസമായിട്ട് ഇവിടെ ഇരിക്കുന്നു, വന്ന് എടുത്തുകൊണ്ട് പോയി. ഞാൻ ഇൻറ്റീരിയർ ബിസിനസ് ചെയ്യുന്ന സമയമാണ്. ഭഗവാനെ തൊട്ടറിയുന്ന നിമിഷങ്ങളാണ്. അപ്പം അങ്ങനെ നമ്മളൊന്നും പറഞ്ഞു നടക്കുന്നില്ല. നമ്മളവിടെ പോയി ആത്മസമർപ്പണത്തോടെ പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മളുടെ കാര്യങ്ങളിൽ മാത്രമേ നമ്മൾ ഇടപെടുന്നുള്ളൂ, വേറെ ആരുടെ കാര്യത്തിലും നമ്മൾ ഇടപെടുന്നില്ല. അത് ഒരു ലാക്കായി കാണരുത്. അത് നമുക്ക് ഉള്ള എന്തോ പേടിയാണെന്നോ, നമ്മളെല്ലാം സർവം സഹയാണെന്നോ, ഭൂമിദേവിയെ പോലെ സർവം സഹയാണെന്നോ ഒന്നും വിചാരിക്കാനുള്ളൊരു ലൈസൻസ് അല്ല. നമ്മളുടേതായ കുറച്ച് കാര്യങ്ങൾ, പുണ്യകർമ്മങ്ങൾ നമ്മൾക്ക് വിട്ടുതരൂ. നമ്മൾ വേറെ ആരുടെയും ഒരു കാര്യത്തിൽ ഇടപെടുന്നില്ലല്ലോ. എല്ലാവരെയും നമ്മൾ ചേർത്ത് പിടിക്കുന്നു. എത്രമാത്രം ഫ്രണ്ട്സാ ക്രിസ്ത്യൻസും, അങ്ങനെ പറയാൻ തന്നെ ഇഷ്ടമല്ല. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. നമ്മളുടെ ആചാരങ്ങൾ നമ്മൾ ചെയ്തിട്ട് ഒരു മൂലയിൽ ഒതുങ്ങി ഞങ്ങൾക്കും കൂടെ ജീവിക്കാനായിട്ട് ഒരു സ്പേസ് തരൂ. ഞങ്ങൾ ആരും ഉപദ്രവിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ചെയ്യണമെങ്കിൽ ഒരു കുളം മതിയല്ലോ, ഇഷ്ടം പോലെ കുളമില്ലേ, അവിടെ പോയി നാക്കാലോ. എന്തിനാണ് ഭഗവാന്റെ അടുത്ത് വന്നിരുന്നാക്കുന്നത്? അതിന് നമ്മളുടെ ആചാരപ്രകാരമുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതെന്തോ നമ്മൾ ഭയങ്കര
പഴഞ്ചൻ സമ്പ്രദായക്കാരാണെന്നോ മോഡേൺ അല്ലാന്നോ ഒക്കെ പറയുന്ന എന്തിനാ? അല്ല, കുറച്ച് പഴഞ്ചനാണെന്നേ, ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്ക് പഴഞ്ചനാണ്. പക്ഷെ അത് ഞങ്ങളുടെ അത് താങ്കൾ സന്തോഷമായിട്ട് അല്ല, പഴഞ്ചനാണ് നമ്മുടെ വിശ്വാസം. നമുക്ക് പഴഞ്ചനാണെങ്കിലും ഞങ്ങൾ അതിൽ ഊന്നി തന്നെയാണ് പോകുന്നത്. പക്ഷെ മാം പറഞ്ഞതുപോലെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട ആരെയും വേദനിപ്പിക്കാനോ ഒരു കാര്യത്തിനോ നമ്മൾ ചെല്ലുന്നില്ല. അപ്പൊ തിരിച്ച് ആ മര്യാദ ഒരു വിഭാഗത്തോട് കാണിക്കണ്ടേ? ആ മര്യാദ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ ഒരു തെറ്റുമില്ല, നമ്മൾക്കത് വേണം, ആ മര്യാദ തിരിച്ചു വേണം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ, ഇങ്ങനെ ഒരു എന്താ പറയുന്നത്, റീലിന് വേണ്ടി, റീച്ച് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ എനിക്ക് തോന്നുന്നു പൈസ ഒക്കെ കിട്ടുമെന്ന് തോന്നുന്നു, ഇംഗത്തിന് വേണ്ടി മറ്റ് സമൂഹത്തിനെ ദ്രോഹിക്കുന്ന ഒരു നല്ല പ്രവണതയല്ല. നമ്മളുടെ വിശ്വാസങ്ങളിൽ കയറി കളിക്കാതിരിക്കുമെന്ന്. നിങ്ങൾ പടം വരച്ചോളൂ, പാട്ട് പാടിക്കോളൂ, എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, പക്ഷേ ആചാരങ്ങളിലേക്ക് കയറി ചെയ്ത് ഭഗവാന്റെ പാട്ട് പാടിക്കോളൂ. ഒരു അന്യമതസ്ഥർ പാട്ട് പാടുന്നു, നല്ല മൈലേജാണ്. നമ്മൾ എത്രണ്ണം കാണുന്നു യൂട്യൂബിലൊക്കെ, പടം വരയ്ക്കുന്നു, ആയിക്കോളൂ, നമുക്കൊരു പ്രശ്നമില്ല, അത് മോഡിജിക്ക് സമർപ്പിച്ചോളൂ, കോടിക്കണക്കിന് ആൾക്കാർ കാണട്ടെ, നല്ല കാര്യം, വളരെ നല്ല കാര്യം, ഭഗവാന്റെ പടം വരയ്ക്കുക, അതൊക്കെ ചെയ്യാം. പക്ഷെ ഞങ്ങളുടെ ആചാര മര്യാദകളിലേക്ക് കയറി റീച്ചിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യരുതെന്ന് താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. വേറെ ഒരു വഴക്കിനില്ല കേട്ടോ, ഒരു വഴക്കിനുമില്ല, കുറുവടിയായിട്ട് ഒന്നിനും നമ്മളില്ല, ഒരു കാര്യത്തിനും ഇല്ല. ഞങ്ങൾക്ക് ജീവിക്കാം. അല്ലെങ്കിലും പച്ചക്ക് കത്തിക്കാമെന്നൊക്കെ പറയുന്നത് നമ്മളോടാണല്ലോ. നമ്മള് അവലും മലരും കരുതിക്കോ, അമ്പലനടയിൽ പച്ചക്ക് കത്തിക്കും എന്നൊക്കെയാണ്. അതെന്ന് പറയാൻ നമ്മൾ ആളല്ല, നമ്മൾ ചെയ്യില്ല. അത് നമ്മുടെ ബ്ലഡിലുള്ളതല്ല. തല കുനിച്ച് ഭഗവാനെ എന്ന് പറഞ്ഞ് നിൽക്കുക മാത്രമേ ചെയ്യുള്ളൂ. അത് വേറെ ഒരു ഇതിനും നമ്മൾ ഇല്ല. 1921 ഊരിയ കത്തി ഒന്നും എടുത്ത് നമ്മൾ പുറത്തേക്ക് വരാൻ പോകുന്നില്ല. എന്നാൽ ആ 20 നമുക്ക് വേണ്ട, നമുക്ക് കത്തിയില്ല, ഒന്നുമില്ല. നമ്മൾ ഭഗവാനെ ജപിച്ച് ഭഗവാന്റെ ആശ്രിതരായിട്ട് കഴിയുന്നു. ഇനിയും മരണം വരെ കഴിയാനായിട്ട് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ പറയാൻ. ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്ത് ഒരു സമുദായ സ്പർദ്ധ ഉണ്ടാക്കാനും അതിനൊന്നും ശ്രമിക്കാതിരുന്നാൽ നല്ലതെന്ന് മാത്രം പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.